ഹലോ ഗായ്സ്, 2009 ത്വാഹ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപിയെ കൊണ്ട് തൊപ്പിയിട്ട് അഭിനയിപ്പിച്ച സിനിമയായിരുന്നു ഹൈലസ. മലയാളം മലങ്കൾട്ട് ക്ലാസിക് കോമഡി ഡ്രാമ വിഭാഗത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിക്ക് മികച്ച ഓവർ ആക്ടിങ്ങിനുള്ള അവാർഡും നൽകാവുന്നതാണ്. സിനിമയുടെ കഥ തുടങ്ങുന്നത് അങ്ങ് ദൂരെ റോഡ് സൈഡിലാണ്. പോലീസുകാരായ കൊച്ചിൻ അനീഫയും സഹ പോലീസുകാരും പ്രധാനമന്ത്രി വരുന്ന അനുസരിച്ച് അവർക്കുള്ള സെക്യൂരിറ്റി ഒരുക്കുകയാണ്. പെട്ടെന്നതാ ഒരുപാട് ചളി വിറ്റുകൾക്കിടയിലൂടെ ഒരു ചാണക ലോറി അവിടെ മൊത്തം നാറ്റിച്ചുകൊണ്ട് അതുവഴി കടന്നു വരുന്നത്. പോലീസുകാരൊക്കെ മൂക്കുപൊത്തിയാണ് സംസാരിക്കുന്നത്. പിന്നീട് പ്രധാനമന്ത്രി വരുന്നതിനനുസരിച്ച് പ്രധാനമന്ത്രിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരൊക്കെ മൂക്കുപൊത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാ നമ്മുടെ കഥാനായകന്റെ എൻട്രിയാണ്. അതാ നമ്മുടെ ഗോപി സുരേഷ് ഗോപി അതുവഴി കടന്നു വരികയാണ്. അതായത് നമ്മുടെ ഹൈലസ. എന്താണ് വണ്ടിയില് ചാണകം? നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ഹൈലസയുടെ അടുത്ത ചങ്ങാതിയാണ് സുരാജ് വഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രം. രണ്ടുപേരും അതുവഴി ചാണകം കൊണ്ടുപോകുകയായിരുന്നു. താഹ ഈ സിനിമയിലൂടെ ഒരു കൊടും പാതകമാണ് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിലും കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു ഇത്. ഒരു ഡയറക്ടറുടെ ഉൾക്കാഴ്ച. അങ്ങനെ പ്രധാനമന്ത്രി അതുവഴി കടന്നുപോയി. കൊച്ചിൻ അനീഫൊക്കെ സല്യൂട്ട് ചെയ്തു. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പാൻഡഴിഞ്ഞു പോയി. ഒരു സ്ഥിരം ചളി കോമഡി. അവിടെ ആ സീൻ അവസാനിക്കുന്നു. പിന്നീട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഹൈലസ നേരെ ചാണക കമ്പനിയുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. പിന്നീടുള്ളത് നായകന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു സീനാണ്. ഉന്തുവണ്ടിയിൽ കയറ്റി വെച്ചിരിക്കുന്ന ബോക്സുകളൊക്കെ നമ്മുടെ ഹൈലസ് ഒറ്റ കൈകൊണ്ട് പിടിച്ച് മൂപ്പനോട് പറയാണ്, മൂപ്പ പറയൂ. അപ്പൊ മൂപ്പൻ അവിടുന്ന് ഹൈലസ ഹൈലസ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൈലസ ഉണ്ണികൃഷ്ണൻ അവിടെ സ്റ്റക്കാകുകയും ഉണ്ണികൃഷ്ണന്റെ ശരീരത്തിലൂടെ നല്ല തീപ്പന്തം പോലെ ശക്തികൾ കടന്നു പോവുകയുമാണ്. ആ തീപ്പന്തം നമ്മുടെ ഹൈലസയെ വലിഞ്ഞു മുറുക്കിയതോടെ അവിടെയുള്ള എല്ലാ ബോക്സുകളും ഒറ്റയടിക്ക് മറ്റുള്ള ചുമട്ടുതൊഴിലാളികളൊക്കെ പണി കളഞ്ഞുകൊണ്ട് ഹൈലസ ഉന്തി തള്ളി ലോറി കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഹൈലസ അവിടുന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതാ സുരാജ് വഞ്ഞാറമ്മൂടിന്റെ കഥാപാത്രം വിളിക്കുകയാണ് നമ്മുടെ ഹൈലസയെ വിളിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ സുരാജ് വഞ്ഞാറമ്മൂടിന്റെ അച്ഛൻ, അതായത് നമ്മുടെ ഹൈലസയുടെ വളർത്തച്ഛൻ. സുരാജ് വഞ്ഞാറമ്മൂടിന്റെ അച്ഛനാണ് നമ്മുടെ ഹൈലസയെ എടുത്തു വളർത്തുന്നത്. വിജയരാഘവന്റെ കഥാപാത്രമാണ് നമ്മുടെ ഹൈലസയുടെ വളർത്തച്ഛനെ അഭിനയിക്കുന്നത്. ഹൈലസയുടെ വളർത്തച്ഛനെ അവിടെ നമ്മുടെ ഷാറൂഖ് ഖാൻ കാട്ടിൽ മീശയൊക്കെ പഠിച്ച് നമ്മുടെ ഭീമന്റേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. സ്ഥലം ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ നമ്മുടെ ഭീമന്റേക്ക് ഷാറൂഖ് ഖാൻ വന്നത് നമ്മുടെ വിജയരാഘവനെയും കൂട്ടുകാരെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഹൈലസയും സുരാജ് വഞ്ഞാറമ്മൂട് വന്ന് അവിടെ ആകെ അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ ഭീമന്റേക്കുവിന്റെ തലയ്ക്ക് അതിനിടയിൽ ഒരു അടി കിട്ടുകയാണ്. അങ്ങനെ ഭീമന്റേക്ക് ചാകാൻ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹൈലസൊക്കെ അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭീമന്റേക്ക് ചത്താൽ ഹൈലസയെ പോലീസ് പിടിക്കും. അങ്ങനെ ഹൈലസ അവിടെ നിന്നും നാട് വിടുകയാണ്. നമ്മുടെ ഹൈലസ പേടിച്ച് നാട് വിടുന്നത് അങ്ങ് ദൂരെ ഒരു പട്ടണത്തിലേക്കാണ്. പട്ടണത്തിലെ അരക്ക് താഴെ തളർന്നിരിക്കുന്ന ഒരു വലിയ കോടീശ്വരന്റെ സഹായിയായിട്ടാണ് നമ്മുടെ ഹൈലസക്ക് ജോലി കിട്ടുന്നത്. ഗണപതി അയ്യർ എന്ന വലിയ കോടീശ്വരന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ലാലു അലക്സ് ആണ്. അങ്ങനെ ആദ്യ ദിവസം തന്നെ നമ്മുടെ ഗണപതി അയ്യരും ഹൈലസയും കൂടി വെള്ളമടിച്ച് ആകെ അലമ്പാവാണ്. ഗണപതി അയ്യർ ആദ്യ ദിവസം തന്നെ ഹൈലസയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ നമ്മുടെ അയ്യരുടെയും ഹൈലസയുടെ ഒക്കെ വെള്ളമടിച്ച് കെട്ടുവിട്ടപ്പം ഹൈലസ വീണ്ടും നമ്മുടെ അയ്യരുടെ വീട്ടിലേക്ക് വരികയാണ്. പ്രശ്നങ്ങളൊക്കെ മറന്ന് അയ്യര് വീണ്ടും ഹൈലസയെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയാണ്. പിന്നീട് ഹൈലസയുടെ കൂട്ടുകാരനായ സുരാജ് വഞ്ഞാറമ്മൂടിനെയും ഈ നഗരത്തിലെ വലിയ കൊട്ടാരത്തിലേക്ക് നമ്മുടെ ഹൈലസ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഹൈലസ അയ്യരുടെ അടുത്ത ചങ്കായി മാറുകയാണ്, വിശ്വസ്തനായി മാറുകയാണ്. അങ്ങനെ അയ്യരുടെ കഥന നമ്മുടെ ഹൈലസയോട് തുറന്നു പറയുകയാണ് സുഹൃത്തുക്കൾ. ഇനി നമ്മുടെ അയ്യരുടെ കഥയാണ്. ഒരു ഗ്രാമത്തിലെ കുടിലിൽ താമസിക്കുന്ന പാവപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ അയ്യ. ആ കുടിലിന് ഓപ്പോസിറ്റായ നാട്ടിലെ ഏറ്റവും വലിയ അതിപ്രശസ്തമായ ഒരു ഇല്ലമുണ്ടായിരുന്നു. ആ ഇല്ലത്തെ ഇളയ തലമുറക്കാരി സാവിത്രിയുമായി നമ്മുടെ അയ്യർ അടുക്കുകയാണ്. എല്ലാ രീതിയിലും അടുക്കുകയാണ്. അങ്ങനെ ആ ഇല്ലത്തെ സാവിത്രി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാചം മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിന്നീട് നാട്ടുകാരും വീട്ടുകാരൊക്കെ ആ വിവരം അറിഞ്ഞ് ഇയാളെ വകവരുത്താൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി തിരിച്ചു. അങ്ങനെ പേടിച്ച് നമ്മുടെ അയ്യർ അവിടുന്ന് നാട് വിടുകയാണ്. മദ്രാസ് വഴി നേരെ സിംഗപ്പൂർ, പിന്നീട് അമേരിക്കയിലെത്തി അവിടുത്തെ കോടീശ്വരനായി കോടികൾ കൊയ്ത് അമ്മാനമാടുന്ന അയ്യരായി വളർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ബിസിനസ്സിൽ വലിയ കോടീശ്വരനായ അയ്യരെ അവിടുത്തെ പാർട്ട്നേഴ്സ് തന്നെ കൊല്ലാൻ നോക്കി. അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അയ്യർ ഇപ്പോൾ. പക്ഷേ കോടികളുണ്ട്. അയ്യർക്ക് തൻ്റെ നഷ്ടപ്പെട്ട മകളെയും കാമുകിയെയും കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഹൈലസയെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ അയ്യർക്ക് വലിയ അസുഖമാണെന്നും അസുഖം മാറണമെങ്കിൽ കാണാതായ ഭാര്യയും മകളെയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയ്യർ തട്ടിപ്പോകുമെന്ന്
ഡോക്ടർ നമ്മുടെ ഹൈലസയോടും കൂട്ടുകാരനോടും പറയുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ അയ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹൈലസയും സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രവും എവിടുന്നോ നിന്നൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരുന്നു. അയ്യരുടെ മകളെ അഭിനയിക്കാൻ വന്ന പെൺകുട്ടിയും നമ്മുടെ ഹൈലസയും തമ്മിൽ മുമ്പൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എവിടുന്നോ വിളിച്ചുകൊണ്ട് വന്ന ഈ പെൺകുട്ടിയെ അയ്യര് കണ്ടതോടെ അയ്യര് മൊത്തം ഫ്ലാറ്റ് ആകുന്നു. അയ്യര് കയ്യിലുണ്ടായിരുന്ന ആഭരണം, സ്വത്തും പണവും ഒക്കെ ഈ പെൺകുട്ടിയുടെ പേരിൽ എഴുതി വെക്കുന്നു. ആരാ ഏതാ എന്താ തെളിവ് കാര്യങ്ങളൊന്നും നോക്കാതെ ആഭരണവും കൊടുത്തു, സ്വത്തും കൊടുത്തു, എല്ലാം ഈ പെൺകുട്ടിക്ക് മണ്ടനായ അയ്യര് കൊടുക്കുകയാണ്. അങ്ങനെ കാണാതായ മകളെ തിരിച്ചു കിട്ടിയതിന്റെ അന്ന് തന്നെ നമ്മുടെ അയ്യര് പറയാണ് അയ്യർക്ക് തന്റെ മകളുടെ കല്യാണം കൂടെ കാണണം. അമേരിക്കയിലുള്ള തൻ്റെ സുഹൃത്തിൻ്റെ മകളുമായി ഇന്നത്തെ കണ്ടുമുട്ടിയ തൻ്റെ മകളുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച കാണാൻ വരുന്നുണ്ടെന്ന് നമ്മുടെ അയ്യര് മകളോട് പറയാണ്. എന്താ അയ്യരില്ലേ? അങ്ങനെ നമ്മുടെ ഹൈലസയും സുരാജ് വെഞ്ഞാറമൂടും എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഹൈലസ് ഇറങ്ങി പുറപ്പെടുകയാണ്. പുറപ്പെട്ട് അവസാനം നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ഇല്ലത്തിലെത്തിപ്പെടുകയാണ്. അവിടെ ഉള്ളത് നമ്മുടെ തിലകൻ ചേട്ടൻ്റെ കഥാപാത്രമാണ്. തിലകൻ ചേട്ടൻ്റെ കഥാപാത്രം ഈ സാവിത്രിയെക്കുറിച്ചും അവരെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കേട്ട് നമ്മുടെ ഹൈലസ് അന്തം വിട്ട് തിരിച്ചു വരികയാണ്. അതാ നമ്മുടെ ഡോക്ടർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ അയ്യര് വീണ്ടും ചികിത്സിച്ച് നല്ല രീതിയിലാവാൻ വേണ്ടിയുള്ള മാനസികമായുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി അവരുടെ മകളെയും കൊച്ചുമകളെയൊക്കെ കണ്ടാൽ മാത്രമേ അയ്യർക്ക് സന്തോഷമാവൂ. അതുകൊണ്ട് കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് പറയാം. അങ്ങനെ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്നുള്ള അയ്യരുടെ കൂട്ടുകാരൻ്റെ മകൾ നമ്മുടെ കഥാനായികയെ പെണ്ണ് കാണാൻ വരികയാണ്. പക്ഷേ നമ്മുടെ ഹൈലസ് പോയി അയാളെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് കഥയിലൊരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഹൈലസ തല്ലി പഞ്ചറായി ചാകാനാക്കിയ നമ്മുടെ ഭീമൻ രഘുചേട്ടനെ അവിടെ വെച്ച് കാണുകയാണ്. അങ്ങനെ അമേരിക്കയിൽ നിന്നും യഥാർത്ഥമായി വന്ന അമേരിക്കക്കാരനെ മാറ്റി പകരം നമ്മുടെ ഭീമൻ രഘുചേട്ടനെ അമേരിക്കക്കാരനായി കൊണ്ടുവരികയാണ്. പെണ്ണ് കാണാൻ വേണ്ടി ഭീമൻ രഘുചേട്ടനാണ് വരുന്നത്. ഭീമൻ രഘുചേട്ടനായി നമ്മുടെ ഹൈലസ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നേരെ നമ്മുടെ അയ്യരുടെ വീട്ടിലേക്ക് വരുന്നു, പെണ്ണ് കാണുന്നു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു, നേരെ മടങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതൊക്കെ സംഭവിച്ച് അവിടെ എത്തിപ്പെട്ട ഭീമൻ രഘുചേട്ടൻ ഈ പെണ്ണിന്റെ സ്വത്തും പണവും സ്വർണ്ണാഭരണങ്ങളും സൗന്ദര്യമൊക്കെ കണ്ടതിന് ശേഷം പെണ്ണിന് ഇഷ്ടപ്പെട്ടെന്നും ഞാനാണ് യഥാർത്ഥ അമേരിക്കക്കാരനെന്ന് പറഞ്ഞ് അവിടെ കൂടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അയ്യർക്കും ഭീമൻ രഘുചേട്ടൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം അയ്യർ അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. ആരത്തൊക്കെ? ഭീമൻ രഘുവിന്റെയും നേരത്തെ വിളിച്ചുകൊണ്ടുവന്ന പെണ്ണിന്റെയും. ഭീമൻ രഘു അവിടെ ഹൈലസയെ നൈസായി തേച്ച് കളഞ്ഞു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചതോടുകൂടി നമ്മുടെ വാളയാർ മണിയപ്പൻ ഭീമൻ രഘുചേട്ടൻ്റെ കഥാപാത്രവും നമ്മുടെ നായിക മുക്ത ജോർജുമായുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. ശാലിനി എന്ന കഥാപാത്രമായുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. തുടർന്ന് നമ്മുടെ വാളയാർ മണിയപ്പൻ ഭീമൻ രഘുചേട്ടൻ്റെ അച്ഛനായി അഭിനയിക്കുന്ന രാജൻ പി ദേവ്, മണിയപ്പൻ്റെ ഫാദർ, അവരും കൂട്ടരൊക്കെ അവിടെ വന്ന് ജഗ പുകയാക്കുകയാണ്. എന്ത് വില കൊടുത്തും നമ്മുടെ ഹൈലസ ഈ കല്യാണം മുടക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഭീമൻ രഘുവിനെ അടിച്ച് പഞ്ചറാക്കി ദേഹത്തൊക്കെ പഞ്ഞി കെട്ടി ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് പരത്തി വിടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനായ സുരാജ് വെഞ്ഞാറമൂടിനും അതിനിടയിൽ നല്ല അടി കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. എന്തിനാണ് സുരാജ് വെഞ്ഞാറമൂടിനെ നമ്മുടെ ഹൈലസ് അടിച്ച് പഞ്ചറാക്കിയെന്ന് മനസ്സിലായി. നമ്മുടെ ഭീമൻ രഘുചേട്ടന്റെ ജീവൻ മാത്രം നിലനിൽക്കുകയാണ്. ജീവൻ മാത്രം നിലനിന്നാൽ മതി, കയ്യും കാലും മറ്റൊന്നും ചലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണം പറഞ്ഞ ഡേറ്റിന് നടത്തണം നമ്മുടെ അയ്യർ വാശി പിടിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കഥാനായകൻ ഹൈലസയും ഭീമൻ രഘുചേട്ടനെ പോലെയും സുരാജ് വെഞ്ഞാറമൂടിന്റെ ചേട്ടനെ പോലെയൊക്കെ അതേ രൂപത്തിൽ വേഷം മാറി വന്ന് കല്യാണ പന്തലിൽ വന്ന് നമ്മുടെ നായിക വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഹൈലസ ചേട്ടൻ. അങ്ങനെ കല്യാണം നടത്താൻ തീരുമാനിച്ചിടയിലാണ് അവിടെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മുടെ തിലകൻ ചേട്ടൻ അവിടെ എത്തിപ്പെടുകയാണ്. എന്നിട്ട് തിലകൻ ചേട്ടൻ ആ പെൺകുട്ടിയോട് പറയാണ്, മോളെ ഞാനല്ല നിന്റെ അച്ഛൻ, നമ്മുടെ അയ്യരാണ് നിന്റെ അച്ഛൻ, ഇദ്ദേഹമാണ് നിന്റെ യഥാർത്ഥ അച്ഛൻ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനാണത്രേ അച്ഛൻ. അങ്ങനെ നമ്മുടെ അയ്യർക്ക് യഥാർത്ഥ മകളെ തിരിച്ചു കിട്ടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അയ്യര് ഓപ്പറേഷന് തയ്യാറായി അമേരിക്കയിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ ഹൈലസയും നമ്മുടെ കഥാനായികയും ഒന്നിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ആകെ ജഗപൂകിയ ഒരു ബാലർമ കഥ എടുത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചേക്കാണ്. ആക്ഷനും നല്ല അടിപൊളി ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപി തൊപ്പിയിട്ട് ഒരു കോമഡി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. സംഭവം പാളിപ്പോയി. സിനിമ 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈലസയുടെ കഥ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്.